So this is part 2 of understanding male masturbation and busting some myths and misconceptions about male masturbation. ഇതിനു മുമ്പ് കണ്ട വീഡിയോയിൽ കൂടുതലും മാസ്റ്റർബേഷൻ സംഭവിക്കുമ്പോഴുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോ കെമിക്കലി അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പ്രോസസ് ഓഫ് ഓർഗാസം ആൻഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷനില്ലേ, ഈ കോമ്പിനേഷൻ നിങ്ങൾ പാർട്ട്നേർഡ് സെക്സിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഗിൽറ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷേ ഇതേ കോമ്പിനേഷൻ, ഈ ഓർഗാസം ആൻഡ് എജാക്കുലേഷൻ കോമ്പിനേഷൻ നിങ്ങൾ സെൽഫായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾക്കും ഈ ഗിൽറ്റും കൺഫ്യൂഷനും ഇത് ഓക്കെ ആണോ, എത്ര തവണ ഓക്കെ ആണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഇപ്പം ഡെയിലി ഇൻവോൾവിങ് ഇൻ ഇന്റർകോഴ്സ് ആൻഡ് എക്സ്പീരിയൻസിങ് ഓർഗാസം ആൻഡ് എജാക്കുലേഷൻ, ഇസ് ഇറ്റ് ഓക്കെ എന്നൊന്നും ആരും ചോദിക്കാറ് പോലുമില്ല. അപ്പം അതൊക്കെ എല്ലാവർക്കും ഓക്കെയാണ്. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് ഇത് ശരിയല്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആനയാണ് ചേനയാണ് ചക്കയാണ് അങ്ങനെയൊക്കെ വരുന്നത് ഈ സെൽഫ് പ്ലഷറിങ്ങിലാണ്. അല്ലാണ്ട് പാർട്ട്നേർഡ് സെക്സിൽ ഈ തരത്തിലുള്ള ഡൗട്ട്സ് ഒന്നും വരാറേയില്ല. സോ നമ്മൾ അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ പാർട്ട്നേർഡ് സെക്സിൽ നമ്മൾ ഈ ഓർഗാസം എജാക്കുലേഷൻ കോമ്പിനേഷനിൽ നിന്നും എന്താണ് അച്ചീവ് ചെയ്യുന്നത്? നമ്മൾ നമ്പർ 1 പ്ലഷർ, പീസ്, റിലാക്സേഷൻ, സ്ട്രെസ് ഫ്രീ ആക്കുന്നു, പിന്നെ യു ഫീൽ നൈസ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. പിന്നെ നമ്പർ 2 സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ കൺസെപ്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഓവുലേഷനും സംഭവിക്കുന്നുണ്ട് പാർട്ട്ണറുടെ ബോഡിയിൽ എങ്കിൽ കൺസെപ്ഷനും സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ മെയിൽ ബോഡിയിൽ ഈ ഓർഗാസം ആൻഡ് എജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന 2 സൈഡ് എഫക്റ്റുകൾ അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ. ഓക്കെ, നമ്പർ 1 പ്ലഷർ, നമ്പർ 2 ബേബി. സ്വന്തമായിട്ട് ചെയ്യുമ്പോഴോ ഈ ബേബി എന്നതൊഴികെ ഉള്ള ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. ഈ സ്ട്രെസ് റിലീഫും മസിൽ റിലാക്സേഷനും ഒക്കെ, ആൻഡ് ഓഫ് കോഴ്സ് പ്ലഷർ. സോ അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് രണ്ടും ഒന്നാണ്. ഒരു പാർട്ട്ണറുടെ കൂടെ ചെയ്യുമ്പോഴുള്ള ഔട്ട്കമും എക്സെപ്റ്റ് ബേബി, സ്വന്തമായിട്ട് ചെയ്യുമ്പോഴുള്ള ഔട്ട്കമും ഒന്നാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റിമുലേഷന് നമ്മൾ ഇത്രത്തോളം ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്നും ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആകുമോ, ഇൻഫെർട്ടിലിറ്റി വരും എന്നൊക്കെ പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല. അതിൽ വലിയ ലോജിക്ക് ഇല്ല എന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വാല്യൂ കോൺഫ്ലിക്ട്സ് ആണ്. അതിനെ മോറൽ ഇൻകോൺഗ്രുവൻസ് എന്നും പറയും. അതായത് ഞാൻ മനസ്സിലാക്കിയത് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ ആണ്, പക്ഷെ ഞാൻ ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ്? വാല്യൂ ഇൻകോൺഗ്രുവൻസ് ആണ്, മോറൽ ഇൻകോൺഗ്രുവൻസ്. അതായത് ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ABCD, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ XYZ എന്ന് വരുമ്പോൾ അവിടെ ഗിൽറ്റ് ഉണ്ടാവുന്നു, ഷെയിം ഉണ്ടാവുന്നു, യു ഫീലിംഗ് പത്തറ്റിക് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്, യു ആർ ഫീലിംഗ് ബാഡ് അബൌട്ട് ഹൂ യു ആർ ആസ് എ പേഴ്സൺ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ വാല്യൂ അല്ലെങ്കിൽ മോറൽ ഇൻകോൺഗ്രുവൻസ് സംഭവിക്കുമ്പോഴാണ്. കൂടുതലും മോറൽ ഇൻകോൺഗ്രുവൻസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ മാസ്റ്റർബേഷൻ ചെയ്യാൻ പാടില്ല, മാസ്റ്റർബേഷൻ തെറ്റാണ്, മാസ്റ്റർബേഷൻ ഒരു സിന്നാണ്, പാപമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്പർ 1. നമ്പർ 2 ഈ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഓർഗാസം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത് നമ്മൾ കുഞ്ഞുണ്ടാവുന്ന ഒരു പ്രോസസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലെന്നും തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നും വരുന്നത് ഈ സെക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് അല്ലെങ്കിൽ ഇജാക്കുലേഷൻ എന്നൊക്കെ പറയുന്ന പ്രോസസ്സസ് ഇതൊക്കെ പ്രൊക്രിയേഷനുമായിട്ട് മാത്രം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ഉണ്ടാവാവുന്ന ഒരു ഗിൽറ്റും റിഗ്രറ്റും കൂടിയാണ് ഈ മാസ്റ്റർബേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കൂടുതലും മിസ്ഇൻഫർമേഷനും ഒക്കെ കാരണം. അപ്പം ഏറ്റവും ആദ്യം റിലീജിയസ് ആയിട്ടുള്ള വാല്യൂ സിസ്റ്റംസ് പറയുന്ന കാര്യങ്ങൾ. നമ്പർ 2, എനി കൈൻഡ് ഓഫ് സെക്സ് is or should be connected to procreation or reproduction ആംഗിളിൽ മാത്രം ആണ് ഇതൊക്കെ സംഭവിക്കേണ്ടത്. അല്ലാത്ത രീതിയിലൊന്നും ഇതൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴുമാണ് നമുക്ക് ഈ വാല്യൂ കോൺഫ്ലിക്ട്സ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണല്ലോ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, പക്ഷേ ഞാൻ ചെയ്യുന്നത് വേറൊന്നാണല്ലോ, ഞാൻ ഇതൊക്കെ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ഒരു ദിവസം 1-2 തവണ ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വരുമ്പോഴാണ് അവിടെ ഗിൽറ്റും ഷെയിമും ഒക്കെ ഉണ്ടാവുന്നത്.
അപ്പൊ ഈ ഗിൽറ്റിന്റെ ഷെയിമിന്റെയും കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, there can be one person, say person A, who masturbates every day and feels completely okay about it. Okay, maybe ഉറങ്ങുന്നതിന് മുമ്പ് മാസ്റ്റുബേറ്റ് ചെയ്യണം എന്നുള്ളത് പുള്ളിയുടെ ഒരു റിച്വൽ ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, 5 minutes he is spending to self pleasure. Okay, and he feels completely okay with it. അതാണ് ഈ person A. On the other hand, there can be a person B that masturbates once a month but can feel terrible about it. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് മാസ്റ്റുബേഷൻ അല്ല, പക്ഷേ അത് ഓരോരുത്തർ അതിനെ പെർസീവ് ചെയ്യുന്ന അവരുടെ ഓൺ മൈൻഡ് സെറ്റ് ആണ് അവിടെ പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അല്ലാണ്ട് മാസ്റ്റുബേഷൻ ആസ് എ പ്രോസസ് അവിടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറുന്നില്ല. ദിസ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ടെല്ലിങ് ഈറ്റിംഗ് എ സർട്ടൺ കൈൻഡ് ഓഫ് ഫുഡ് ഇസ് ബാഡ്. ഇപ്പോൾ ഞാനിത് മലയാളത്തിൽ ആയതുകൊണ്ട് പറയാണ്, ഒരു സർട്ടൺ കൈൻഡ് ഓഫ് ആനിമൽ മീറ്റ് മോശമാണ് എന്ന് ചിലർ പറയുമ്പം ഓപ്പോസിറ്റിലുള്ളവർ പറയുമല്ലോ, അതെങ്ങനെ മോശമാകും, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കിഷ്ടമാണല്ലോ, നിനക്ക് കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അതെങ്ങനെ എല്ലാവർക്കും കുഴപ്പമാവും എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ. അതേ ഫിലോസഫി നിങ്ങൾ ഇതിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാണ്ട് മാസ്റ്റുബേഷൻ അവിടെ ഇൻഹെറന്റ്ലി ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ടൊന്നും മാറുന്നില്ല. ഓരോരുത്തർ അതിനെ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോരുത്തർ അതിനെ കാണുന്ന രീതിയാണ് അവിടെ മാറുന്നത്. നമുക്ക് മാസ്റ്റുബേഷനെ കുറിച്ചുള്ള ചില ഫ്രീക്വന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി വീഡിയോ ഇത്തിരി വലുതായി. ബാക്കി നമുക്കൊരു പാർട്ട് 3 ചെയ്യാം. അപ്പോൾ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. സോ ഇതിലിപ്പോൾ നോക്കട്ടെ, ഒരു 1-2 ക്വസ്റ്റ്യൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. സോ ആദ്യത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സ്പേമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ സ്പേം ഇജാക്കുലേഷന്റെ സമയത്ത് സ്പേം വെളിയിലോട്ട് പോകുന്നത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ സ്പേമിനെ നമ്മളിങ്ങനെ അകത്തോട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഓൾറെഡി ഇതിന്റെ ഫിസിയോളജി സംസാരിച്ചു എന്നുള്ളത് കൊണ്ടും ഈ മാസ്റ്റുബേഷനെ ഞാൻ എവറിഡേ മാസ്റ്റുബേഷനെ എവറിഡേ സെക്ഷൽ ഇന്റർകോഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തി എന്നതുകൊണ്ടും ഇതിനിവിടെ പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഒന്ന് ഡിസ്കസ് ചെയ്തേക്കാം. അപ്പൊ ഈ സ്പേമിനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം സ്പേം ഇങ്ങനെ ഉണ്ടായി വളർന്ന് മെച്യൂറായി മരിച്ചു പോകുന്ന സെൽസ് ആണ്. Okay, so they grow, they mature and they die, and then they are absorbed back into the body. അപ്പോൾ ഇതിങ്ങനെ സൈക്ലിക്കലായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ബോഡിയിൽ. നമ്മളിങ്ങനെ സ്പേമിനെ വെച്ചുകൊണ്ടിരുന്നുകൊണ്ടെന്ന് പറഞ്ഞ് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസോ സ്ട്രെങ്തോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ സ്പേം പുറകോട്ട് പോയി സീമനും ഒക്കെ ആയിട്ട് ചേർന്ന് ഇവർ വെളിയിലോട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി ഹാർട്ടിനെയും ലിവറിനെയും ലങ്സിനെയും ഒക്കെ നറിഷ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഒന്നും ഈ സ്പേമിനോ സീമനോ ഒന്നും ഇല്ല. അപ്പോൾ ഇവരുടെ പണി എന്ന് പറയുന്നത് ഇങ്ങനെ വെളിയിലോട്ട് വരിക, ഇജാക്കുലേറ്റ് ആവുക എന്നതാണ് ഇവരുടെ പണി. കണ്ട് അവരിങ്ങനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നതാണ് ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ സ്പേം അകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല എന്ന് പറയുന്നതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നൈറ്റ് എമിഷൻസ് അല്ലെങ്കിൽ നൊക്ടേണൽ എമിഷൻസ് എന്ന് പറയുന്നത് പീനസ് ഉള്ളവർക്ക് സംഭവിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഉറക്കത്തിനിടയ്ക്ക് ഇറക്ഷൻ സംഭവിക്കുന്നതും പലപ്പോഴും ഇജാക്കുലേഷൻ സംഭവിക്കുന്നതും നടക്കാറുണ്ട് എനിവേ. സോ അപ്പോൾ നമ്മൾ അകത്തോട് വെച്ചുകൊണ്ടിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ബിക്കോസ് നോക്ടേണൽ എമിഷൻസ് ആർ എനിവേ ഗോയിങ് ടു ഹാപ്പൻ വൺസ് ഇൻ എ വൈൽ. വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് വാസെക്ടമി ചെയ്തവരെ കമ്പയർ ചെയ്ത് നമുക്ക് സംസാരിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. വാസെക്ടമിയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം, കാരണം ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് കോൺസെപ്റ്റ്. പക്ഷെ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് വാസെക്ടമി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ കാരണം പ്രഗ്നൻസി സംഭവിക്കത്തില്ല. കാരണം അയാളുടെ ബോഡിയിൽ നിന്നും സ്പേമിന് വെളിയിലോട്ട് വരാൻ പറ്റത്തില്ല. സ്പേമിനെ എങ്ങനെ വെളിയിലോട്ട് വരാതിരിപ്പിക്കാം? സ്പേം നമ്മുടെ ടെസ്റ്റിക്കിൾസിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവരൊക്കെ കൂടെ മുകളിലോട്ട് കയറി ഈ ഫ്ലൂയിഡ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം വെളി വരാൻ. അപ്പൊ മുകളിലോട്ട് കയറാതിരുന്നാൽ പോരെ. അപ്പൊ അതിന്റെ മുകളിലുള്ള വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ആ ട്യൂബ് കട്ട് ചെയ്ത് കളയാണെന്നുണ്ടെങ്കിൽ സ്പേം വെളിയിലോട്ട് വരത്തില്ല. പക്ഷെ ഓർഗാസം സംഭവിക്കുന്നു, ഇജാക്കുലേഷൻ സംഭവിക്കുന്നു. ഇജാക്കുലേഷൻ സമയത്ത് പാര വെളി വരിക, സീമൻ മാത്രമേ വെളി വരുന്നുള്ളൂ, സ്പേം വെളി വരത്തില്ല. അപ്പോൾ വാസെക്ടമി എന്ന പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഒരു 3 മാസം കഴിയുമ്പം ഇവരുടെ സീമനിൽ സ്പേം ഇല്ലാണ്ടാവുകയാണ്, സ്പേമേ വരത്തില്ല വെളിയിലോട്ട്. അപ്പൊ ഇതാണ് ഈ വാസെക്ടമി എന്ന പ്രോസസ്സ്. അപ്പോൾ വാസെക്ടമി ചെയ്ത ഒരാൾക്ക് അയാളുടെ ടെസ്റ്റിക്കിൾസിനകത്ത് ഈ സ്പേം പ്രൊഡക്ഷൻ എനിവേ നടക്കുന്നുണ്ട് കേട്ടോ. സ്പേം പ്രൊഡ്യൂസ് ആവാണ്ടൊന്നും ഇരിക്കത്തില്ല, സ്പേം പ്രൊഡ്യൂസ് ആവുന്നുണ്ട്, മെച്യൂർ ആവുന്നുണ്ട്. പക്ഷെ എന്ത് സംഭവിക്കുന്നു, ഇവർക്ക് ആർക്കും വെളി വരാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് അവരിങ്ങനെ അതിനകത്ത് തന്നെ മെച്യൂർ ചെയ്ത് ദേ വിൽ ഡൈ ആൻഡ് ദ ബോഡി വിൽ അബ്സോർബ് ഇറ്റ് ബാക്ക്
ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് സ്പേമിനെ അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ സ്പേമിനെ മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? സീമനെയും കൂടെ വെച്ചോണ്ടിരിക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ളവർ ഒരിക്കലും ഓർഗാസമിൽ കൂടെ ഇജാക്കുലേറ്റ് ആവാണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണോ? ചെയ്യാൻ പറ്റുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. നല്ല പെൽവിക് ഫ്ലോർ സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ you can orgasm without letting out your seminal fluid. It's possible. There can be people who can do it. പക്ഷേ അതിന്റെ പുറകിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അനക്ഡോട്ടൽ ആണ്. ഇവിടെയാണ് നമ്മൾ ഈ നോ ഫാപ്പ് ഗ്രൂപ്പ്സിനെ കുറിച്ച് സംസാരിക്കേണ്ടത്. നോ ഫാപ്പ് എന്ന് പറയുന്ന ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പോണും മാസ്റ്റർബേഷനും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പോൺ കാണാൻ പാടില്ല. പോൺ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇൻഡയറക്ട്ലി അവർ ഉദ്ദേശിക്കുന്നത് മാസ്റ്റർബേറ്റും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം പോണിനെ മാസ്റ്റർബേഷനെ കൂടെ ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പോണിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. നോ ഫാപ്പിനെ കുറിച്ചും ഈ സീമൻ റിട്ടൻഷനെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. See you soon.